എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടെസ്റ്റ് മത്സരത്തിന്റെ മൂന്നാം ദിവസം ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയുടെ തീപാറുന്ന ബൌളിംഗ് പ്രകടനത്തിനും KL രാഹുലിന്റെ ബാറ്റിംഗ് പ്രകടനത്തിനുമാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. 5 വിക്കറ്റ് നേട്ടത്തോടെ ബുംറ ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ തകർത്തെറിയുക മാത്രമല്ല, നിരവധി ചരിത്രപരമായ റെക്കോർഡുകൾ തന്റെ പേരിൽ കുറിക്കുകയും ചെയ്തു. തന്റെ മാരകമായ ബൌളിംഗിലൂടെ ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാരെ ബുദ്ധിമുട്ടിച്ച ബുംറ ഇന്ത്യൻ ഇതിഹാസ ബൌളർ കപിൽ ദേവിന്റെ റെക്കോർഡിനൊപ്പമെത്തി ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്റെ പേര് തങ്കലിപികളിൽ എഴുതിച്ചേർത്തു. ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് 471 റൺസ് നേടിയിരുന്നു. മറുപടിയായി ഇംഗ്ലണ്ട് 465 റൺസിന് ഓൾ ഔട്ടായി. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് 6 റൺസിന്റെ നേരിയ ലീഡ് ലഭിച്ചു. മൂന്നാം ദിവസം ഇംഗ്ലണ്ട് 209 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിലാണ് കളി ആരംഭിച്ചത്. ഒല്ലി പോപ്പും ഹാരി ബ്രൂക്കുമാണ് ക്രീസിലുണ്ടായിരുന്നത്. പ്രസിദ്ധ കൃഷ്ണ ആദ്യ സെഷനിൽ പോപ്പിനെ 106 റൺസിന് ഋഷഭ് പന്തിന്റെ കൈകളിലെത്തിച്ചു. ഈ ക്യാച്ചോടെ പന്ത് ടെസ്റ്റിൽ 150 ക്യാച്ചുകൾ പൂർത്തിയാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായി അദ്ദേഹം മാറി. തുടർന്ന് ബ്രൂക്കും ബെൻ സ്റ്റോക്സും ചേർന്ന് 51 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. എന്നാൽ മുഹമ്മദ് സിരാജ് സ്റ്റോക്സിനെ 20 റൺസിന് പന്തിന്റെ കൈവളിലെത്തിച്ച് പവലിയനിലേക്ക് അയച്ചു. 5 വിക്കറ്റിന് 276 റൺസ് എന്ന നിലയിൽ ഇംഗ്ലണ്ട് പ്രതിസന്ധിയിലായി. അപ്പോഴാണ് ബ്രൂക്കും ജാമി സ്മിത്തും ചേർന്ന് 6ാം വിക്കറ്റിൽ 73 റൺസ് കൂട്ടിച്ചേർത്തത്. കൃഷ്ണ വീണ്ടും മികച്ച പ്രകടനം പുറത്തെടുക്കുകയും സ്മിത്തിനെ 40 റൺസിന് പുറത്താക്കുകയും ചെയ്തു. പിന്നീട് ബ്രൂക്ക് ക്രിസ് വോക്സുമായി ചേർന്ന് 49 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. എന്നാൽ 99 റൺസെടുത്ത ബ്രൂക്കിനെ കൃഷ്ണ പുറത്താക്കി. അങ്ങനെ ബ്രൂക്കിന് തന്റെ 9ാം ടെസ്റ്റ് സെഞ്ചുറി നഷ്ടമായി. വോക്സും ബ്രൈഡൻ കാർസും ചേർന്ന് 55 റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ സിറാജ് കാർസിനെ 22 റൺസിന് ബൌൾഡാക്കി. വോക്സിനെ 38 റൺസിന് ബുംറ പുറത്താക്കി. ജോഷ് ടോങ് 11 റൺസെടുത്തും പുറത്തായി. ഷോയബ് ബഷീർ 1 റൺസെടുത്ത് പുറത്താകാതെ നിന്നു. ഈ ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബൌളർ ജസ്പ്രീത് ബുംറയായിരുന്നു. 24.4 ഓവറിൽ 83 റൺസ് വഴങ്ങി അദ്ദേഹം 5 വിക്കറ്റുകൾ വീഴ്ത്തി. അദ്ദേഹത്തിന്റെ ബൌളിംഗ് ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. സാക് റൌലി, ബെൻ ഡെക്കറ്റ്, ജോ റൂട്ട് തുടങ്ങിയ പ്രമുഖരെ ബുംറ പവലിയനിലേക്ക് അയച്ച് ഇംഗ്ലീഷ് ഇന്നിംഗ്സിനെ തകർത്തു. ശ്രദ്ധേയമായ കാര്യം, ബുംറയുടെ പന്തിൽ ഇന്ത്യൻ ഫീൽഡർമാർ 4 ക്യാച്ചുകൾ വിട്ടുകളയുകയും ഒരു തവണ ഹാരി ബ്രൂക്കിനെ 0 പുറത്താക്കിയിട്ടും ഓവർ സ്റ്റെപ്പ് കാരണം വിക്കറ്റ് ലഭിക്കാതെ പോവുകയും ചെയ്തുവെന്നതാണ്. ഈ അവസരങ്ങൾ മുതലെടുത്തിരുന്നെങ്കിൽ ബുംറയുടെ പ്രകടനം ഇതിലും മികച്ചതാകുമായിരുന്നു. ഇംഗ്ലീഷ് ടീം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ തന്നെ ബുംറ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ഒന്നിനു പുറകെയായി ഇംഗ്ലണ്ടിന്റെ 5 ബാറ്റ്സ്മാൻമാരെ അദ്ദേഹം പവലിയനിലേക്ക് അയച്ചു. ഈ പ്രകടനത്തിലൂടെ നിരവധി വലിയ റെക്കോർഡുകൾ അദ്ദേഹം തന്റെ പേരിൽ കുറിച്ചു. ഈ 5 വിക്കറ്റ് നേട്ടത്തോടെ വിദേശ മണ്ണിൽ 150 ടെസ്റ്റ് വിക്കറ്റുകൾ പൂർത്തിയാക്കുന്ന ആദ്യ ഏഷ്യൻ ബൌളറായി ബുംറ മാറി. വസീം അക്രമിനെയും വക്കാർ യൂനിസിനെയും പോലുള്ള ഇതിഹാസങ്ങളെ അദ്ദേഹം പിന്നിലാക്കി. കൂടാതെ ഈ 5 വിക്കറ്റ് നേട്ടത്തോടെ വിദേശത്ത് തന്റെ 12ാമത്തെ 5 വിക്കറ്റ് നേട്ടം ബുംറ സ്വന്തമാക്കി. കപിൽ ദേവിന്റെ 12 5 വിക്കറ്റ് നേട്ടങ്ങൾക്കൊപ്പമെത്തി. ഇപ്പോൾ ബുംറയ്ക്ക് ആകെ 14 5 വിക്കറ്റ് നേട്ടങ്ങളുണ്ട്. ഇത് ഇന്ത്യൻ പേസ് ബൌളർമാർക്കിടയിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നു. ജോ റൂട്ടിനെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 10ാം തവണയാണ് ബുംറ പുറത്താക്കുന്നതെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു റെക്കോർഡ്. ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് അവസാനിച്ചതിനു ശേഷം 6 റൺസിന്റെ നേരിയ ലീഡുമായി ഇന്ത്യ തങ്ങളുടെ 2ാം ഇന്നിംഗ്സ് ആരംഭിച്ചു. എന്നാൽ ആദ്യ ഇന്നിംഗ്സിലെ സെഞ്ചുറിക്കാരനായ യശസ്വി ജയ്സ്വാളിന് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കേവലം 4 റൺസെടുത്ത അദ്ദേഹത്തെ ബ്രൈഡൻ കാർസ് പുറത്താക്കി. പിന്നീട് ഓപ്പണറായ KL രാഹുലും ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ച സായ് സുദർശനും ചേർന്ന് ഇന്ത്യൻ ഇന്നിംഗ്സിനെ മുന്നോട്ട് നയിച്ചു. ഇരുവരും ചേർന്ന് 66 റൺസിന്റെ നിർണായക കൂട്ടുകെട്ടുണ്ടാക്കി. സായ് സുദർശൻ 30 റൺസെടുത്ത് മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും ബെൻ സ്റ്റോക്സിന്റെ പന്തിൽ പുറത്തായി. തുടർന്ന് KL രാഹുലും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ക്രീസിലെത്തി. കൂടുതൽ വിക്കറ്റുകൾ നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിച്ചു കളിച്ച ഇരുവരും ടീമിനെ സുരക്ഷിതമായ നിലയിലെത്തിച്ചു. മഴ കാരണം 3ാം ദിവസത്തെ കളി നേരത്തെ അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റിന് 90 റൺസ് എന്ന നിലയിലാണ്. KL രാഹുൽ 47 റൺസെടുത്തും ശുഭ്മാൻ ഗിൽ 6 റൺസെടുത്തും പുറത്താകാതെ ക്രീസിലുണ്ട്. ഇതോടെ ഇന്ത്യയ്ക്ക് 96 റൺസിന്റെ ലീഡായി. ജസ്പ്രീത് ബുംറയുടെ ഈ മിന്നും പ്രകടനം ഇന്ത്യയെ ഇംഗ്ലണ്ടിനെതിരെ ശക്തമായ നിലയിലെത്തിക്കുക മാത്രമല്ല, നിലവിൽ അദ്ദേഹത്തെക്കാൾ മികച്ചൊരു പേസ് ബൌളർ ഇല്ലെന്ന് ക്രിക്കറ്റ് ലോകത്തെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ബൌളിംഗിൽ വേഗതയും കൃത്യതയും വൈവിധ്യവും ഒരുമിച്ച് ചേരുന്ന ഒരു സംഗമമാണ്. ഇത് എല്ലാ സാഹചര്യങ്ങളിലും അദ്ദേഹത്തെ അപകടകാരിയാക്കുന്നു. ഈ പരമ്പരയിൽ ബുംറയുടെ ഈ തീപ്പൊരി പ്രകടനം ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ വിജയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചേക്കാം. ജസ്പ്രീത് ബുംറയുടെ ഈ ബൌളിംഗിനും KL രാഹുലിന്റെയും സായ് സുദർശന്റെയും ഈ ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനത്തിനും നിങ്ങൾ 10ൽ എത്ര മാർക്ക് നൽകും? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.